എല്ലാവർക്കും നമസ്കാരം. ട്രസ്റ്റ് കെയർ കൺസ്ട്രക്റ്റീവ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് മലപ്പുറം ജില്ലയിൽ തിരുനാവായിൽ മിസ്റ്റർ ഇബ്രാഹിം തയ്യിൽ എന്ന അദ്ദേഹത്തിൻ്റെ വീടാണ്. നമ്മുടെ ഈ സൈറ്റിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് വളരെയധികം വൃത്തിയാക്കി എടുത്തായിരുന്നു. അവിടെ പായലുകളും മറ്റുള്ള പൊടികൾ മറ്റുള്ള വർക്കുകൾ നടന്നതിൻ്റെയൊക്കെ ഒരുപാട് അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തു. ശേഷം നമുക്ക് ഒരു ബിൽഡിങ്ങിൽ വളരെയധികം വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ലീക്കിന് സാധ്യതയേറെ വരുന്ന ഒരു ഭാഗമാണ് ചുമരുകളും സ്ലാബുകളും തമ്മിൽ ബന്ധിക്കുന്ന ജോയിൻ്റ് ഏരിയകൾ, കോർണർ ഏരിയകൾ. അവിടെ നമ്മൾ നന്നായിട്ട് മെഷ് ഉപയോഗിക്കുമായിരുന്നു. മെഷ് ഉപയോഗിച്ച് അവിടെ നന്നായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി. ആക്രിലിക് പോളിമറിൻ്റെയും സിമെൻറ്റിൻ്റെയും ഒരു മിശ്രിതം അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട് ഉപയോഗിച്ചാണ് നമ്മളവിടെ ഒരു കോവിങ്ങിന് മുൻപുള്ള ഒരു മെഷ് വെച്ചുള്ള മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. ശേഷം നമുക്ക് അവിടെ ഒരു കോവിങ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. കോവിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജോയിൻ്റ് ഏരിയയിൽ ഒരു കുറച്ച് തിക്നെസ് കൊടുത്തുകൊണ്ട് നമ്മൾ സിമെൻറ്റിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു കോമ്പൗണ്ട് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച്, കെമിക്കൽ മീൻസ് ഒരു ബോണ്ടിങ് ഏജൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വർക്ക് പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് ചെയ്തതിന് ശേഷം പൂർണ്ണമായും ക്യൂറിങ് അത് പൂർത്തിയായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മുടെ മെത്തേഡുകളിലേക്ക് നമ്മൾ പോവേണ്ടത്. നമ്മളിവിടെ ചെയ്യുന്ന വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോക്സി ബേസ്ഡ് പോളിയുറത്തേൻ കോട്ടിംഗ് ആണ്. 3 പ്രൊഡക്റ്റുകളുടെ മൊത്തം 4 കോട്ടിങ്സ് വരുന്ന ഒരു ഇന്നോവേറ്റീവ് വാട്ടർ പ്രൂഫിംഗ് മെത്തേഡാണ്. ശേഷം നമ്മൾ ഇവിടെ കോവിങ്ങിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്രൈമറിങ് കോട്ട്, എപ്പോക്സി ബേസിലുള്ള പ്രൈമറിങ് കോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ എല്ലാ ഏരിയകളിലും നന്നായിട്ട് അവിടെ വെള്ളത്തിൻ്റെ അംശം, ഡാംനെസ് അവിടെ തീരെ ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു രീതിയാണ് ഇത്. വാട്ടർ ബേസ്ഡ് അല്ല, ഇതൊരു റെസിൻ ബേസ്ഡിൽ വരുന്ന എപ്പോക്സി മെത്തേഡിൽ വരുന്ന ഒരു ഫസ്റ്റ് കോട്ട് ലെയറാണ്. ഈ ഒരു പ്രൈമർ കോട്ടിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സർഫസിൽ അടിക്കുന്ന പക്ഷം അത് പെനട്രേറ്റ് ചെയ്തുകൊണ്ട് കുത്തി ഇറങ്ങിക്കൊണ്ട് ഈ സർഫസിലേക്ക് കുത്തി ഇറങ്ങും. അതുപോലെ തന്നെ ചെറിയ പോസുകൾ, അതുപോലെ ക്രാക്കുകൾ, മൈനർ ക്രാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതടയ്ക്കും. ഒപ്പം തന്നെ ഒരു 1 mm തിക്നെസ്സിന് പുറത്ത് വരുന്ന ക്രാക്ക് ലൈൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഓപ്പൺ ആക്കി നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നൊരു വർക്കാണ്. അതുപോലെ തന്നെ അടുത്ത കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള, പ്രതലത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു സർഫസ് തയ്യാറായി വരികയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന മിഡ് കോട്ട് എപ്പോക്സി എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതിന് ശേഷം വരുന്ന കോട്ടിംഗ് ആണ്. ഈ ഒരു സിംഗിൾ കോട്ടിംഗ് ആണ് അത് ചെയ്യുന്നതും അതിൻ്റെ ശേഷമുള്ള ഒരു റിസൾട്ടൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യുന്ന മിഡ് കോട്ട് എപ്പോക്സിയുടെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അത് ആൻറ്റി കൊറോസീവ് ആണ്. ഒപ്പം തന്നെ നമ്മളെ വെള്ളം തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ അതൊരിക്കലും താഴത്തേക്ക് പനിച്ചിറങ്ങാതെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറും കൂടെയാണത്. വളരെ പ്രധാനമാണ്. നമ്മുടെ ഈ ചെയ്യുന്ന മെത്തേഡിൽ വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു ലെയറാണ് ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോളിയുറത്തേൻ കോട്ടാണ്. പോളിയുറത്തേൻ കോട്ട് ഇതെല്ലാം റെസിൻ ഹാർഡർ ബേസിൽ വരുന്നത് തന്നെയാണ്. ഇതൊരു ആപ്ലിക്കേറ്ററെ സംബന്ധിച്ച് വളരെ വൈദഗ്ധ്യം ആവശ്യമാണ്, അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും പരാജയപ്പെടുന്ന കോട്ടിങ്ങുകളാണ്. കാരണം ഇതിൽ പ്രൊപ്പോർഷൻസ് ഉണ്ട്, കൃത്യമായ റേഷ്യോയിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അത് മിക്സാക്കി എടുക്കുന്നത് അതിന് ശേഷം അപ്ലൈ ചെയ്യുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ക്ഷാരം, ആസിഡ് അങ്ങനെയുള്ള ദ്രാവകങ്ങൾ, ഒപ്പം തന്നെ അങ്ങനെ നമുക്ക് വളരെ പ്രധാനമായിട്ട് പറയേണ്ടത് പക്ഷികളുടെ കാഷ്ടം, ഇതിലൊക്കെ ആസിഡിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ തന്നെ സാധാരണ വാട്ടർ ബേസ്ഡ് വരുന്ന കോട്ടിങ്സിലെല്ലാം ദ്രവിച്ചു പോകുന്ന അവസ്ഥയെല്ലാം നമ്മൾ കാണാറുണ്ട്. ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ പോളിയുറത്തേൻ എന്ന് പറയുന്ന കോട്ടിങ്സ്. അപ്പം ഇത് അതുപോലെ തന്നെ 100% വാഷബിളാണ്, ആൻറ്റി സ്കിഡാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ഈ കോട്ടിങ് നമ്മൾ 2 കോട്ടാണ് ചെയ്യുന്നത്. എൻറ്റയർലി ഡിഫറൻറ്റും അപ്ഡേറ്റഡുമായ ഞങ്ങളുടെ വാട്ടർ പ്രൂഫിംഗ് രീതികളെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലെ ഞങ്ങളുടെ പേജുകളിലൂടെയും ചാനലുകളിലൂടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സമയം നീക്കി വെച്ച് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ താഴെ തന്ന നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി.